ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഉണ്ണി യേശുവിനെ വരവേൽക്കാനായി നാം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാതിരാ കുർബാനയുടെ സമയമായി തുടങ്ങി. എല്ലാവരും എങ്ങനെ നമ്മുടെ ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാം? ഉണ്ണീശോ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് വരുമോ? നമ്മൾ പാപികളല്ലേ, എപ്പോഴും പാപം ചെയ്യുന്നവർ, വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും. അങ്ങനെയിരിക്കെ ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ വരുമോ? ഇങ്ങനെയുള്ള പല ചിന്തകളുമായിട്ട് നമ്മൾ കൂടുതൽ ഒരുങ്ങുന്ന നിമിഷങ്ങളാണിത്. ഞാനിപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പോകുന്നത് ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് ലഭിക്കുന്ന നമ്മൾ ഓർക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ ഓഡിയോ മെസ്സേജ് ഇപ്പോൾ തന്നെ അയക്കുന്നത്. ആദ്യത്തെ കാര്യം, ശുദ്ധീകരാത്മാക്കൾ, ഏറ്റവും കൂടുതൽ ശുദ്ധീകരാത്മാക്കൾ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്ഥലത്തേക്ക് മോചിക്കപ്പെടുന്ന ദിവസമാണ് ക്രിസ്തുമസ് ദിനം എന്ന് മരിയാസിമ്മ എന്ന ഒരു ദർശനക നമുക്കറിയാമല്ലോ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നേരിട്ട് വന്ന് സഹായം അഭ്യർത്ഥിച്ചിരുന്ന സൊൺടാഗ് ഗ്രാമത്തിലെ മരിയാസിമ്മ, ആ മരിയാസിമ്മയ്ക്ക് കൊടുത്ത വെളിപ്പെടുത്തലനുസരിച്ച് ക്രിസ്തുമസ് ദിനത്തിലാണ് ഏറിയ പങ്കും ആത്മാക്കൾ മോചിതരാകുന്നത് എന്നാണ് പറയുന്നത്. അവർ എത്രമാത്രം പരിഹാരം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം അവർക്ക് പ്രാർത്ഥിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് ഇത് നിറവേറ്റപ്പെടുന്നത്. ക്രിസ്തുമസ് ആവുന്നത് ഏറ്റവും വലിയ കൃപയുടെ ദിനമായതുകൊണ്ടാണ്. ഏറ്റവും വലിയ കൃപ എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തെ പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ ആ ഒരു ബന്ധനത്തിൽ നിന്നും, നമ്മുടെ പാപം മൂലം, ആദിമാതാപിതാക്കളുടെ പാപം മൂലം പിതാവായ ദൈവം സ്വർഗവാതിൽ കൊട്ടിയടച്ച് പറുദീസായ്ക്ക് പുറത്തുനിന്ന് കരയുന്ന മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിന് പരിഹാരം ചെയ്ത് പിതാവുമായി ഒന്നിപ്പിച്ച് പറുദീസയുടെ വാതിൽ തുറന്നു തരാൻ പിതാവായ ദൈവം അയച്ച സ്വന്തം പുത്രൻ്റെ മനുഷ്യാവതാരമാണ്, ജനനമാണ് ക്രിസ്തുമസ് ദിനം. മനുഷ്യൻ്റെ വംശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതും ഓർക്കേണ്ടതുമായ ദിവസമാണ് ഈ ക്രിസ്തുമസ് ദിനം. മനുഷ്യൻ നോക്കിയിരിക്കുകയാണ് രക്ഷകൻ എന്ന് വരും. ആ രക്ഷകനാണ് പുൽക്കൂട്ടിൽ കിടക്കുന്നത്. അപ്പോൾ ക്രിസ്തുമസ് ദിനത്തിൽ പിതാവായ ദൈവം അനേകം ശുദ്ധീകരാത്മാക്കളെ മോചിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, ആ മോചനം അവരുടെ പാപത്തിൻ്റെ പരിഹാരം എന്തുമാത്രമായി, നമ്മൾ അവരുടെ പാപത്തിന് പരിഹാരമായി എന്തൊക്കെ കാഴ്ചവെച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞതാണ്, നമുക്ക് പല ദണ്ഡവിമോചനങ്ങളും സഭ വാഗ്ദാനം തന്നിട്ടുണ്ട്. എല്ലാ ദണ്ഡവിമോചനങ്ങളും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട്. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ശുദ്ധീകരാത്മാക്കൾക്ക് കടം കൊടുക്കാം. ശുദ്ധീകരാത്മാക്കൾക്ക് മാത്രമേ ഇത് കടം കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്കൊക്കെ കടം കൊടുക്കാം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. അപ്പോൾ നമ്മുടെ ദണ്ഡവിമോചനങ്ങളെല്ലാം നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് കാഴ്ചവെക്കണമെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. ഈ ദണ്ഡവിമോചനങ്ങൾ അവർക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അവർക്ക് അവിടെ വേഗം വിടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ദണ്ഡവിമോചനങ്ങൾ നമുക്ക് ഉപയോഗിച്ചൂടെ എന്ന്. പ്രിയ കൂട്ടുകാരെ, നമ്മൾ പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കളെ നേടിയെടുക്കുമ്പോൾ അത് തന്നെ നമ്മുടെ പാപത്തിന് പരിഹാരമാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് ലഭിക്കുന്ന ഒരു ദണ്ഡവിമോചനമുണ്ട്. ഡിസംബർ 25 പ്രത്യേകമായിട്ട് നമുക്ക്
കിട്ടുന്ന ഒരു ദണ്ഡവിമോചന പ്രാർത്ഥനയുണ്ട്. അത് മുൻപ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാല. ഫ്രാൻസിസ്കൻ കിരീട ജപമാല അതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. 1422 പരിശുദ്ധ കന്യകാമറിയത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും അമ്മയുടെ പ്രതിമയിൽ എപ്പോഴും പുഷ്പകിരീടം കൊണ്ട് അലങ്കരിക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരനെ ഓർഡർ ഓഫ് ഫ്രിയേഴ്സ് മൈനറിൽ പ്രവേശിപ്പിച്ചു. പൂക്കൾ ശേഖരിക്കാനും നോവിഷ്യേറ്റിൽ ഈ ഭക്തികൃത്യം തുടരാനും കഴിയാത്തതിനാൽ ലോകത്തിലേക്ക് മടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷെ പോകുന്നതിന് മുമ്പ് മേരിയുടെ അൾത്താരയിൽ അവളുടെ സംരക്ഷണത്തിനായി അയാൾ യാചിച്ചു. അപ്പോൾ ദൈവമാതാവ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രതിമയിൽ പുഷ്പകിരീടം വയ്ക്കാൻ ഇനി നിനക്ക് അനുവാദമില്ല എന്നതിനാൽ ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ചെയ്യരുത്. ഈ പുണ്യപ്രവൃത്തിയെ കൂടുതൽ പ്രീതികരമായ രീതിയിൽ ചെയ്യാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം. അത് നിൻ്റെ ആത്മാവിന് വളരെയേറെ ശ്രേഷ്ഠവുമാണ്. പെട്ടെന്ന് വാടിപ്പോവുകയും ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്ന പൂക്കൾക്ക് പകരം നിങ്ങളുടെ പ്രാർത്ഥനയുടെ പൂക്കൾ കൊണ്ട് എനിക്കൊരു കിരീടം നെയ്യാൻ കഴിയും. അത് എല്ലായ്പ്പോഴും പുതുമയുള്ളതും എപ്പോഴും ലഭ്യമാകുന്നതുമാണ്. എന്നിട്ട് അമ്മ പറഞ്ഞു, ഞാൻ അനുഭവിച്ച 7 സന്തോഷങ്ങളെ ഓർത്തുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപവും 10 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ചൊല്ലുക. ഞാൻ നിർദ്ദേശിച്ചതുപോലെ ഈ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ ഉറപ്പായും പ്രിയമകനെ നീ എനിക്ക് ഏറ്റവും മനോഹരവും സ്വീകാര്യവുമായ ഒരു കിരീടം നെയ്തെടുക്കും. കൂടാതെ നിങ്ങൾക്കായി എണ്ണമറ്റ നേട്ടങ്ങളും കൃപകളും നേടുകയും ചെയ്യും. അമ്മ മാതാവ് കൊടുത്ത നിർദ്ദേശപ്രകാരം ആ നവസന്യാസി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനിടയിൽ ആശ്രമശ്രേഷ്ഠൻ അവിടെ വന്നു. അവിടെ ഒരു മാലാഖ റോസാപുഷ്പങ്ങളുടെ റീത്ത് നെയ്യുന്നതും ഓരോ 10 റോസാപ്പൂവിന് ശേഷവും ഒരു സ്വർണ്ണ ലില്ലി അതിനോട് ചേർക്കുകയും ഓരോ റീത്തും കഴിഞ്ഞപ്പോൾ അത് യുവാവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നതായും കണ്ടു. ആശ്രമശ്രേഷ്ഠൻ യുവാവിനോട് നീ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ ആജ്ഞാപിച്ചു. അപ്പോൾ പരിശുദ്ധ കന്യക തന്നോട് നിർദ്ദേശിച്ചതുപോലെ താൻ ജപമാല ചൊല്ലുകയായിരുന്നു എന്ന് ആ നവസന്യാസി വിശദീകരിച്ചു. തൽഫലമായി നമ്മുടെ മാതാവ് ഭൂമിയിൽ ജീവിച്ച 72 വർഷത്തെ ബഹുമാനാർത്ഥം 7 സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപവും 72 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ചൊല്ലിക്കൊണ്ട് ഈ കിരീടം നിർമ്മിക്കുന്ന പതിവ് വ്യാപകമായി. ഫ്രാൻസിസ്കൻ കിരീട ജപമാല എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് പറയാം. 7 രഹസ്യങ്ങളാണ് ഇതിൽ ധ്യാനിക്കാനുള്ളത്. ഫ്രാൻസിസ്കൻ കിരീട ജപമാല ചെല്ലുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണ്ട. 7 സന്തോഷങ്ങൾ രഹസ്യങ്ങളാണല്ലോ. അപ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപമാണ് ഓരോ ഇടക്കുരുവിൽ നമ്മൾ ചെല്ലേണ്ടത്. അതുപോലെ ഓരോ 10 മണികളിൽ കുഞ്ഞു മണികളിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ചൊല്ലണം. അങ്ങനെ ചൊല്ലി വരുമ്പോൾ 70 നന്മ നിറഞ്ഞ മറിയമേ കിട്ടും. അതിൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുടെ വയസ്സ് ഓർത്തുകൊണ്ട് 2 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും കൂട്ടിച്ചെല്ലണം. ഈ കൊന്ത കഴിഞ്ഞ് കഴിയുമ്പോൾ 2 നന്മ നിറഞ്ഞ മറിയമേ കൂടി ചെല്ലണമെന്ന്. അവസാനം പരിശുദ്ധ പിതാവിൻ്റെ ഉദ്ദേശങ്ങൾക്കായി ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലണം. ഫ്രാൻസിസ്കൻ കിരീട ജപമാലയിലെ 7 സന്തോഷ രഹസ്യങ്ങൾ ഇതൊക്കെയാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത ലൂക്ക 1:31-32. അതാണ് ആദ്യത്തെ രഹസ്യം, മംഗളവാർത്ത. രണ്ടാമത്തെ എലിസബത്തിനെ സന്ദർശിക്കുന്നത്. മൂന്നാമത്തെ ഉണ്ണി യേശുവിൻ്റെ ജനനം. നാലാമത്തെ യേശുവിനെ 3 ജ്ഞാനികൾ വന്ന് ആരാധിക്കുന്നത്. അഞ്ചാമത്തെ
കാണാതായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നത് ഓർത്ത രഹസ്യം. 6-ാമത്തെ, യേശു മരിച്ച് 3-ാം ദിവസം പുനരുത്ഥാനം ചെയ്തു എന്ന സന്തോഷം. 7-ാമത്തെ, അമ്മയുടെ സ്വർഗാരോപണവും കിരീടധാരണവും ഓർത്തുകൊണ്ടുള്ളത്. 7 സന്തോഷ രഹസ്യങ്ങൾ ധ്യാനിച്ച് നമ്മൾ 7 സ്വർഗസ്ഥനായ പിതാവും 10 നന്മ നിറഞ്ഞ മറിയമേ വീതം 70 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി അതിനോട് ചേർത്ത് 2 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ചൊല്ലിയിട്ട് ഈ ജപമാല അവസാനിപ്പിക്കും. അതിനോടൊപ്പം പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായിട്ടുള്ള പ്രാർത്ഥനയും വേണം. അതേത് ദണ്ഡവിമോചനത്തിനും വേണം. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ സഭയുടെ നിയോഗം. ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ചൊല്ലാം. ഇതാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാല. അമ്മയുടെ 7 സന്തോഷങ്ങൾ ഓർത്ത്, സന്തോഷ രഹസ്യം ഓർത്ത് 70 നന്മ നിറഞ്ഞ മറിയമേ പ്ലസ് 2 നന്മ നിറഞ്ഞ മറിയമേ കൂടുതൽ ചൊല്ലി, എടക്കുരുവിലുള്ള സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി, അവസാനം പിതാവിൻ്റെ നിയോഗത്തിനുള്ളതും ചൊല്ലി നമ്മളിത് അവസാനിപ്പിക്കും. അങ്ങനെ ഈ ജപമാല ഡിസംബർ 25-ാം തീയതി ചൊല്ലുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ നമ്മൾ പൂർണ്ണ വരപ്രസാദ അവസ്ഥയിലായിരിക്കണം. അത് ഒരു മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ അത്ര പെട്ടെന്ന് സാധ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ മനസ്സിൽ വയ്ക്കാം, ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ഇതിൽ നിന്ന് കിട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ദൈവത്തിൻ്റെ നീതി അനുസരിച്ച്, നമ്മുടെ ഹൃദയവിശുദ്ധി അനുസരിച്ച് ലഭിക്കും. എന്നാലും ആ കിട്ടുന്ന ദണ്ഡവിമോചനം നമുക്ക് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. ഓരോ ദിവസവും നമുക്ക് ധാരാളം ദണ്ഡവിമോചനങ്ങൾ കിട്ടുന്നുണ്ട്. ആ ദണ്ഡവിമോചനങ്ങളെല്ലാം ഇതിൽ നിന്ന് എനിക്ക് ദണ്ഡവിമോചനം കിട്ടണം എന്നുള്ള നിയോഗം ഉണ്ടാകണം. അത് കാഴ്ചയും വയ്ക്കണം. ഏറ്റവും വലിയ ദണ്ഡവിമോചനം പരിശുദ്ധ കുർബാനയിൽ, പിന്നെ പരിശുദ്ധ ജപമാല, കരുണക്കൊന്ത, വിശുദ്ധ കുരിശിൻ്റെ വഴി, അങ്ങനെ കുറേ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് ഓരോ ദിവസവും നേടിയെടുക്കുന്നുണ്ട്. ആ എല്ലാ ദണ്ഡവിമോചനങ്ങളും നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണെങ്കിൽ അവരും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും. അപ്പോൾ ക്രിസ്തുമസിൻ്റെ അന്ന് ഡിസംബർ 25-ന് നമുക്കിത് ഓർത്തു വയ്ക്കാം. ഇതിൽ കുറേ ദണ്ഡവിമോചനങ്ങൾ ഈ ജപമാലയ്ക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫ്രാൻസിസ്കൻ പള്ളികളിൽ ഈ ജപമാലയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും എല്ലാ ദണ്ഡവിമോചനവും കിട്ടും. അതുപോലെ പരിശുദ്ധ അമ്മയുടെ 7 സന്തോഷങ്ങളുടെ തിരുനാളുകളിലും എല്ലാ പ്രധാന തിരുനാളുകളിലും തിരുനാളിനോട് ചേർന്ന് വരുന്ന 8 ദിവസങ്ങളിലും ഈ ജപമാല ചെല്ലുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഈ ജപമാല ചെല്ലുന്നവർക്ക് മാസത്തിലൊരിക്കൽ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും. അതുപോലെ ഇത് ചൊല്ലുകയും കയ്യിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവർക്ക് മരണസമയത്ത് ദൈവത്തിൻ്റെ നാമം അതരം കൊണ്ടോ ഹൃദയം കൊണ്ടോ പശ്ചാത്താപത്തോടും സമർപ്പണത്തോടും കൂടി ഏറ്റുപറയുമ്പോൾ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. അതുപോലെ മറ്റ് തിരുനാൾ ദിവസങ്ങളിൽ ജപമാല ചെല്ലുമ്പോൾ 300 വർഷ ദണ്ഡവിമോചനം, കടമുള്ള ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ 200 വർഷം, ശനിയാഴ്ചകളിൽ ചെല്ലുമ്പോൾ 100 വർഷം, അങ്ങനെ ദണ്ഡവിമോചനങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ വർഷത്തിൻ്റെ കണക്ക് ഇപ്പോൾ നോക്കുന്നില്ല. അവിടുത്തെ വർഷം ഇവിടുത്തെ വർഷം ഒന്നും നോക്കുന്നില്ല. നമ്മൾ നമ്മുടെ വിശുദ്ധി ഏറ്റവും കൂടുതൽ വിശുദ്ധിയോടുകൂടെ എളിമയോടുകൂടെ അനുതാപത്തോടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ആ കണ്ടീഷൻസൊക്കെ പൂർത്തീകരിച്ച് നമ്മൾ ജപമാല ചൊല്ലി ഇതിൽ നിന്ന് കിട്ടുന്ന ദണ്ഡവിമോചനം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളിത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം ഈ 300 വർഷം 200 വർഷമുള്ള ദണ്ഡവിമോചനങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല. നമ്മൾ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ദൈവനീതിക്ക് അനുസരിച്ച് നമുക്ക് എത്രയാണോ ദണ്ഡവിമോചനം കിട്ടുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി എത്രയാണെന്ന് ദൈവത്തിനെ അറിയുകയുള്ളൂ. എന്തായാലും ഈ ജപമാല
ഡിസംബർ 25 ചൊല്ലിയാൽ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കൊരു ദണ്ഡവിമോചനം കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ ജപമാല ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ ചൊല്ലി ശുദ്ധീകരാത്മാക്കൾക്ക് കാഴ്ചവെക്കാം. മറ്റെല്ലാ ദണ്ഡവിമോചനങ്ങളും നമുക്ക് ഇവർക്ക് വേണ്ടി അന്നത്തെ ദിവസം കാഴ്ചവെച്ചാൽ മരിയ സിംഹ കണ്ട ആ കാഴ്ച ഏറ്റവും കൂടുതൽ ആത്മാക്കൾ ഡിസംബർ 25 രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെയാണെങ്കിൽ അതിലൊരു പങ്കാളിത്തം നമുക്കും ഉണ്ടാകട്ടെ. നമ്മളിതെല്ലാം അറിഞ്ഞതുകൊണ്ട് നമുക്ക് ദണ്ഡവിമോചനങ്ങൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഡിസംബർ 25 പ്രത്യേകമായും കാഴ്ചവെക്കാം. നമ്മുടെ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പഠനമാണ് ഈ ദണ്ഡവിമോചനങ്ങൾ. ദണ്ഡവിമോചനങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഈ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് ലഭിക്കുക ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യത, പരിശുദ്ധ അമ്മയുടെ യോഗ്യത, പിന്നെ വിശുദ്ധന്മാർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ദണ്ഡവിമോചനങ്ങളും സൽപ്രവൃത്തികളും അവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് സഭയുടെ ഭണ്ഡാകാരത്തിലിട്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് നമുക്ക് ഈ ദണ്ഡവിമോചനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ദണ്ഡവിമോചനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ സഹനസഭയിലെ മക്കളെ രക്ഷപ്പെടുത്താനുള്ള കടപ്പാട് നമുക്കുണ്ട്. നമ്മൾ അവരെ രക്ഷപ്പെടുത്തുമ്പോൾ നമ്മുടെ പാപങ്ങളും ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നത് ഓർത്താൽ പിന്നെ ദണ്ഡവിമോചനങ്ങൾ അവർക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട. എല്ലാ ദണ്ഡവിമോചനങ്ങളും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കടം കൊടുക്കുക. അത് കൊടുത്താൽ അമർത്തി കുലുക്കി നിറച്ച് അളന്ന് കർത്താവ് നമുക്ക് തിരിച്ചു തരും. പ്രിയ സഹോദരങ്ങളെ, ഡിസംബർ 25 ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് 2 കാര്യങ്ങൾ ഓർക്കാം. കൂടുതൽ പ്രാർത്ഥിക്കാം. എല്ലാ ദണ്ഡവിമോചനങ്ങളും അവർക്ക് വേണ്ടി കാഴ്ചവെക്കാം. ഒപ്പം ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ പേര് പറഞ്ഞ് നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.